ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നവംബർ 30, 2024 നടന്ന LGS എക്സാമിനേഷൻ്റെ GK പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. ദാദാഭായി നവറോജി. 3. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. ഡൽഹൌസി പ്രഭു. 4. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 5. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി. ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം നടന്നത് എന്നാണ്? 1929. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. അടുത്തത് 6. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ. ജവഹർലാൽ നെഹ്റു. 7. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി. റിപ്പബ്ലിക്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. നിർദ്ദേശക തത്വങ്ങളിൽ. 9. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 10. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. വിദ്യാഭ്യാസം. 11. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ എ. വില്യം ലോഗൻ കമ്മീഷൻ. 12. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി. രാമൻ നമ്പി. 13. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ. ചട്ടമ്പി സ്വാമികൾ. 14. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. മിതവാദി. 15. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. അയ്യങ്കാളി. 16. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി. സിംഗപ്പൂർ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം സിംഗപ്പൂരാണ്. 17. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ. ഓപ്പറേഷൻ അജയ്. അടുത്ത ക്വസ്റ്റ്യൻ, 18. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയ്ക്ക് അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ എ. 9ാം പഞ്ചവത്സര പദ്ധതി. 19. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. അരുണാചൽ പ്രദേശ്. 20. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി. 2 മാത്രം. M.N. കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 21. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ആൻസർ ഓപ്ഷൻ ബി. മധുര. 22. പക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി. 2, 4. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധ ഉദ്ദേശ പദ്ധതി. 23. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. കൊല്ലം. അടുത്തത് 24. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്?
ആൻസർ ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്. 25 നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി. 26 ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി. 27 ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏത്? ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. 28 ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബാരാലാച്ചാല ചുരം. ബാരാലച്ചാല ചുരം. 29 ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അടുത്തത് 30 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. 31 പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി എടയ്ക്കൽ ഗുഹ. 32 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ. അടുത്ത ക്വസ്റ്റ്യൻ 33 കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ആൻസർ ഓപ്ഷൻ എ പള്ളിക്കര. 34 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. അടുത്തത് 35 താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ആൻസർ ഓപ്ഷൻ എ കാപ്പി. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. 37 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എഴുതിയതാരാണ്? EMS നമ്പൂതിരിപ്പാട്. 38 താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 39 കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ എ കോതമംഗലം. 40 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. 41 കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ വി അബ്ദു റഹ്മാൻ. അടുത്ത 42 ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ HDFC. 43 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ആൻസർ ഓപ്ഷൻ ബി പൃഥ്വിരാജ്. 44 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ആൻസർ ഓപ്ഷൻ സി അർഷാദ് നദീം. അടുത്ത 45 ലോക നാട്ടറിവ് ദിനം? ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 22. 46 ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 47 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്.
മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ബി കിലിയൻ മർഫി. 48 രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ആൻസർ ഓപ്ഷൻ സി മാനന്തവാടി. 53 ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി 2, 4. ചർവണകം, അഗ്രചർവണകം. 54 സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. 55 ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ആൻസർ ഓപ്ഷൻ എ വെണ്ട. 56 വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 2006. 57 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1984. 58 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗോവ. 59 ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി സ്വീഡൻ. 60 വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയാണ്. ഒരു സർക്യൂട്ടിന് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. 61 തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി 90 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ 62 കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 2, 3 എന്നിവ മാത്രം ശരിയാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 63 ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. 64 വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. 65 സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സഹജ. 66 കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്? ആൻസർ ഓപ്ഷൻ സി കൈരളി. 67 ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ആൻസർ ഓപ്ഷൻ സി വുഹാൻ. 68 താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ടൈഫോയിഡ്. അടുത്തത് 69 സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ആൻസർ ഓപ്ഷൻ സി മാമോഗ്രാം. 70 HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം? ആൻസർ ഓപ്ഷൻ എ ജ്യോതിസ്. അടുത്ത ക്വസ്റ്റ്യൻ 71 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല?
ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. 72 ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു. ആൻസർ ഓപ്ഷൻ എ വിബ്രിയോ. 73 നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ശലഭം. 74 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. ആൻസർ ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. അടുത്ത ക്വസ്റ്റ്യൻ 75 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി പൂനെ. 76 താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആൻസർ ഓപ്ഷൻ സി JP നഡ്ഡ. 77 ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. 78 താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. അടുത്തത് 79 ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ തരം രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി MAL. അടുത്തത് 80 താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 3 നിപ എംപോക്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് ജന്തുജന്യ രോഗങ്ങൾ, നിപ്പയും എംപോക്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്. മാത്സിന് പ്രത്യേക വീഡിയോ ഇടാം.